നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ജനനസംഖ്യ 1 കുറിച്ചാണ്. 1 എന്ന സംഖ്യയ്ക്ക് പല വിധത്തിലുള്ള പ്രാധാന്യമുണ്ട്. ആദ്യ അക്കമാണ് 1. അപ്പോൾ സകല സംഖ്യകളുടെയും മൂലസംയുക്തമാണ്. ആദ്യ സംഖ്യയായ 1 ആദിത്യനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ നടുനായകത്വം വഹിക്കുന്നത് തന്നെ സൂര്യനാണല്ലോ. അതായത് സകല ജീവരാശികൾക്കും ആധാരം എന്ന് പറയുന്നത് തന്നെ സൂര്യനാണ്. അതുപോലെ സകല സംഖ്യകൾക്കും ആധാരം 1 എന്ന അക്കമാണ്. അപ്പോൾ ഏത് മാസത്തിലെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 1 എന്ന ജന്മസംഖ്യ ഉള്ളവരാണ്. അപ്പോൾ 1 ജന്മസംഖ്യയായി ഉള്ളവർ അവർ എവിടെ ഇരുന്നാലും എവിടെ ചെന്നാലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കും. അവർ മികച്ച സുഖ സൗകര്യങ്ങളിലൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏത് കാര്യത്തിലും നേതൃസ്ഥാനം വഹിക്കുവാനും ഇവർക്ക് വളരെയധികം താല്പര്യമൊക്കെ കാണും. ആ നേതൃസ്ഥാനം ഇവരെ തേടി എത്തുകയും ചെയ്യും. അതേ കണക്ക് തന്നെ ഇവർ ആരുടെ മുന്നിലും തലകുനിക്കില്ല, ആരുടെയും കാലു പിടിക്കാനും പോകുകയില്ല. കൂടാതെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയാനും ഇവർ മടിക്കുകയില്ല. അതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി ശത്രുക്കളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഇവരുടെ അതിരുകവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥതയും ആത്മധൈര്യവും ഒക്കെ ഇവർക്ക് വലിയ ശത്രുക്കളെ പോലും ഇത് കണ്ട് ഇവരൊക്കെ അങ്ങ് അനുകൂലിക്കുന്നവരായിരിക്കും. ഇവരുടെ ധൈര്യം കണ്ട് ഇവരൊക്കെ അങ്ങ് അനുകൂലിക്കും. കാരണം ഇവരോട് ശത്രുത്വം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം വിജയിക്കില്ല എന്നുള്ളത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏതൊരു കാര്യം തീരുമാനമെടുക്കുന്നതും വളരെ ആലോചിച്ചൊക്കെ മാത്രമേ തീരുമാനമെടുത്തുള്ളൂ. അതേ കണക്ക് തന്നെ ഇവരുടെ ജീവിതം, ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നല്ലതായിരിക്കും. എന്നാലും ഇവരിച്ചിരി ഒരു പ്രേമിക്കുവാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള വിവാഹങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രേമബന്ധത്തിലൊക്കെ ഒന്ന് ഏർപ്പെടാനും. എങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ല സ്വൈര്യതയും സമാധാനവും ഒക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇവരുടേതായുള്ള ബിസിനസ്സിനൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവരുടെ തൊഴിലിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ പോലും സർക്കാർ ഉദ്യോഗം കിട്ടുവാനും, പിന്നെ അതേ കണക്ക് തന്നെ ഇവർക്ക് വ്യാപാരത്തിലുമൊക്കെ നല്ല രീതിയിൽ വിജയസാധ്യതയൊക്കെ ഉണ്ടാകുന്നതാണ്. അതേ കണക്ക് തന്നെ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നല്ല ഇപ്പം കീഴുദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നല്ല സ്നേഹാദരങ്ങളും മേലധികാരികളൊക്കെ ഉണ്ടെങ്കിൽ അഭിനന്ദനവും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ്. കാരണം ഇവരെ ഏർപ്പാട് ചെയ്യുന്ന ഏത് ജോലിയും വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും ഇവർ. പിന്നെ ഇവർക്ക് നല്ല ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഡോക്ടറും അല്ലെങ്കിൽ എഞ്ചിനീയറൊക്കെ ആവാനൊക്കെ വളരെയധികം നല്ല ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇവർക്ക് അടുത്ത പറയുവാനുള്ളതെന്ന് ഇവർക്ക് ഉള്ള ഏറ്റവും നല്ല ശുഭകരമായ ദിവസമെന്ന് പറയുന്നത് ഞായറും തിങ്കളുമാണ് ഏറ്റവും നല്ല ആഴ്ച. അപ്പോൾ ഇവർ ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് വളരെ ശുഭമാണ് ഏതു കാര്യത്തിനും. പിന്നെ സ്ത്രീകളെക്കുറിച്ചും പറയുവാനുള്ളത് പൊതുവെ പുരുഷന്മാരെ പോലെ ഇച്ചിരി പൗരുഷമൊക്കെ ഉള്ളവരായിരിക്കും ഇവർ. അതേ കണക്ക് തന്നെ പിന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ അതൊന്നും പൊറുക്കുവാനുള്ള ഇതുണ്ടാകത്തില്ല. കാരണം തെറ്റ് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവർ എതിർക്കുന്നവരായിരിക്കും. അതൊക്കെ അനീതി അക്രമമൊക്കെ ഇവർ അധർമ്മമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരുണ്ടല്ലോ എപ്പോഴും തന്നെ ഇവരെയൊക്കെ ദേഷ്യപ്പെടും. ഒരു ചീറ്റപ്പുലി ആയിപ്പോയി, ചീറ്റപ്പുലിയെ പോലെ ഇവരങ്ങ് ചീറിയെടുക്കും. ഗൃഹഭരണത്തിലേക്ക് ഇവർ നല്ല വൈദഗ്ധ്യമുള്ളവരായിരിക്കും. ഭർത്താവിനെയൊക്കെ ആണെങ്കിലും സ്നേഹം കൊണ്ടൊക്കെ ഇവരെ രീതിയിൽ അങ്ങ് നിർത്തിക്കും. സന്താനങ്ങളെയൊക്കെ വളരെ അനുസരണയോടും നല്ല അടുക്കും ചിട്ടയോടു കൂടിയും ഒക്കെ ഇവർ വളർത്തുന്നതിലൊക്കെ നല്ല കാര്യശേഷിയുള്ളവരൊക്കെ ആയിരിക്കും സ്ത്രീകളും. അതേ കണക്ക് തന്നെ സർക്കാർ ജോലി കിട്ടുവാനൊക്കെ നല്ല ചാൻസ് ഉള്ളവരൊക്കെയാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.
നന്ദി, നമസ്കാരം.